പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, നമ്മൾ ഇന്ന് ആത്മോപദേശ ശതകം 31 മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു. അനുഭവം ആദിയിൽ ഒന്നിരിക്കിൽ അല്ലാതെ അനുമതി ഇല്ല ഇതു മുന്നമക്ഷിയാലേ. അനുഭവിയാതതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവിൽ അറിഞ്ഞിടേണം. അനുഭവം ആദിയിൽ ഒന്നിരിക്കിൽ അല്ലാതെ അനുമതി ഇല്ല ഇത് മുന്നമക്ഷിയാലേ. അനുഭവിയാതതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവിൽ അറിഞ്ഞിടേണം. ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അനുഭവം, ഇന്ദ്രിയ പ്രത്യക്ഷമായ അനുഭവം. ആദിയിൽ എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ. ഒന്നിരിക്കൽ അല്ലാതെ, ഒന്നുണ്ടാകാതെ. അനുമതിയില്ല എന്ന് പറഞ്ഞാൽ അനുമാനിച്ചറിയുവാൻ നമുക്ക് കഴിയുകയില്ല. ഈ തുര്യബോധം മുമ്പേ അക്ഷിയാലേ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയ പ്രത്യക്ഷമായി അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന്, ധർമ്മങ്ങൾക്കെല്ലാം അധിഷ്ഠാനമായ ധർമ്മി ഉണ്ടെന്നുള്ളത് അനുമതിയാൽ, അനുമാനത്തിലൂടെ അറിയാൻ പറ്റുകയില്ല. അറിഞ്ഞിടേണം, ഇക്കാര്യം നിശ്ചയം വരുത്തണം. ഒരിക്കൽ കൂടി പറയാം. ഇന്ദ്രിയ പ്രത്യക്ഷമായ അനുഭവം ആദ്യമേ തന്നെ ഒന്നുണ്ടാകാതെ അനുമാനിച്ചറിയുവാൻ നമുക്ക് കഴിയുകയില്ല. ഈ തുര്യബോധം മുമ്പ് ഇന്ദ്രിയ പ്രത്യക്ഷമായി അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് ധർമ്മങ്ങൾക്കെല്ലാം അധിഷ്ഠാനമായ ധർമ്മി ഉണ്ടെന്നുള്ളത് അനുമാനത്തിലൂടെ അറിയാൻ പറ്റുകയില്ല. ഇക്കാര്യം നിശ്ചയം വരുത്തേണ്ടതാണ്. നമുക്ക് വരികളുടെ ആന്തരികമായ ആ അർത്ഥത്തിലേക്കൊന്ന് കടക്കാം. നമ്മൾ അനുഭവം എന്ന് സാധാരണ പറയുന്നത് അത് നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ നാം നേരിട്ട് കാണുന്ന വസ്തു, ആ വസ്തു നമുക്ക് അനുഭവമാണ്. നാം ഒരാളോടിപ്പോൾ പറയുകയാണ്, ഞാൻ കടൽ പശുവിനെ കണ്ടു എന്ന്. അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കും, കടൽ പശുവോ, അതെന്താണ്? ഇതിൻ്റെ അർത്ഥം അയാൾക്ക് കടൽ പശുവിൻ്റെ പ്രത്യക്ഷ അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്, അല്ലേ? നമ്മോടാണെങ്കിലും ഒരാൾ ചോദിക്കുകയാണ്, ഇന്ന വസ്തുവിനെ, ഒരു വസ്തുവിൻ്റെ പേര് പറഞ്ഞിട്ട് ആ വസ്തുവിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അതോ എന്താണ് എന്നല്ലേ ചോദിക്കുകയുള്ളൂ. അതുപോലെയാണ് ഇവിടെ ഒരാൾ ഞാൻ കടൽ പശുവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ കടൽ പശുവോ, അതെന്താണ് എന്ന് മറ്റേയാൾ ചോദിച്ചത്. അയാൾ കടൽ പശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അയാളിൽ സംശയം ജനിച്ചത്. എന്നാൽ കടൽ പശുവിനെ അയാൾക്കറിയാമായിരുന്നെങ്കിൽ അയാളുടെ പ്രതികരണം വേറെ രീതിയിലായിരിക്കും, അല്ലേ? അയാൾ ഇങ്ങനെ ആയിരിക്കും പ്രതികരിക്കുക. നമ്മളാണെങ്കിലും അത് തന്നെ, നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഓ നീ കണ്ടോ, അതെവിടെയാണ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അയാൾക്ക് കടൽ പശുവിൻ്റെ രൂപത്തെ അനുമാനിച്ചെടുക്കാൻ അപ്പോൾ കഴിയും. നമ്മൾ കണ്ട വസ്തുവാണെങ്കിൽ ഒരാൾ ചോദിച്ചാൽ നമുക്ക് ആ വസ്തുവിനെ അനുമാനിച്ച് അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ആ രൂപം പ്രത്യക്ഷത്തിൽ വരും, അല്ലേ? ഈ ലോകത്തിൽ പ്രത്യക്ഷത്തിൽ എന്ത് കണ്ടാലും നാം അതിനൊരു പേരും കൊടുക്കും. പേര് അന്ധഃകരണത്തിലെ ഒരവയവമായ ചിത്തത്തിൽ പോയി മറഞ്ഞിരിക്കുകയും ചെയ്യും. പേര് മാത്രമല്ല ചിത്തത്തിലിരിക്കുന്നത്, പ്രത്യക്ഷത്തിൽ കണ്ട വസ്തുവിൻ്റെ രൂപവും പേരിൻ്റെ കൂടെ മറഞ്ഞിരിക്കും. പിന്നീട് ആ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനോമുകുരത്തിൽ തെളിയുന്നത് വസ്തുവല്ല, വസ്തുവിൻ്റെ ഒരു കാൽപ്പനിക രൂപമാണ്. അതിനെയാണ് പ്രതിഭയെന്ന് പറയുന്നത്. നമ്മുടെ മനോമുകുരത്തിൽ തെളിഞ്ഞു വരുന്ന ആ കാൽപ്പനിക രൂപത്തെയാണ് പ്രതിഭയെന്ന് പറയുന്നത്. തുര്യാനുഭവം നമുക്ക് മുമ്പുണ്ടായിട്ടില്ല, അതുകൊണ്ട് നമുക്കതിനെ അനുമാനിച്ചെടുക്കാനും കഴിയുകയില്ല. മാത്രമല്ല തുര്യാനുഭവം ഒരു പ്രതിഭയുമല്ല.
ഈ ലോകത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. കാണുന്ന ലോകം നിറം, മണം, രുചി, സ്പർശം, ശബ്ദം എന്നീ ധർമ്മങ്ങളാണ്. നമ്മൾ ഈ ലോകത്ത് കാണുന്ന ഓരോന്നിനും ഓരോ ഗുണങ്ങളുണ്ടായിരിക്കും അല്ലേ? ചിലതിന് നിറമായിരിക്കും, ചിലതിന് മണമായിരിക്കും, ചിലതിന് രുചിയായിരിക്കും, മറ്റു ചിലത് സ്പർശിച്ചറിയാൻ കഴിയും, പിന്നെയോ ശബ്ദം കേട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇങ്ങനെ പല ധർമ്മങ്ങളാണ് ഓരോന്നിനും ഉള്ളത്. എന്നാൽ ഈ ലോകത്തിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്ന ധർമ്മിയെ പ്രത്യക്ഷമായി അറിയാത്തത് കൊണ്ട് അനുമാനിച്ചു പറയുവാനും നമുക്ക് കഴിയുകയില്ല. അനുമാനിക്കണമെങ്കിൽ അത് മുമ്പേ നാം അനുഭവിച്ചറിയണം. ആത്മാനുഭവം നമുക്കില്ലാത്തതുകൊണ്ട് നാം അനുമാനിക്കുന്നതും ഊഹിക്കുന്നതും വെറും സങ്കല്പ വികല്പങ്ങൾ മാത്രമാണ്. ഇക്കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാണ് തൃപ്പാദങ്ങൾ ഈ വരികളിലൂടെ നമുക്ക് ഉപദേശിച്ചു തരുന്നത്. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, 31 മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനമാണ് നമ്മളിവിടെ നടത്തിയത്. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം